മതവിശ്വാസികളുടെ കരളാണ് നമ്മുടെ വിദ്യാഭ്യാസം. ഒരു മനുഷ്യൻ അവന് ഇഹപര വിജയമുണ്ടാവണമെങ്കിൽ അതിൻ്റെ ജീവനാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാം മതത്തിൻ്റെ ജീവനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി ചെയ്തിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവനും അള്ളാഹു സൃഷ്ടിച്ചത്, ആകാശങ്ങളെയും ഭൂമികളെയും അതിൻ്റെ ഇടയിലുള്ള സകല വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചത് ലിതഅലമൂ, അത് അറിവിന് വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് വലിയ മഹത്തായ സ്ഥാനമാണ് ഇസ്ലാം നൽകിയിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നുബുവത്തിൻ്റെ കാലം മുതൽക്ക് ഇന്ന് വരെയുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ചെറിയ ഒരു സൂറയിൽ ശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ നിന്ന് ഏറ്റവും ചെറിയ അധ്യായമാണ് ഒന്ന് സൂറത്തുൽ കൗസർ, ഒന്ന് സൂറത്തുൽ അസ്ർ. സൂറത്തുൽ അസ്റിൽ കാലത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, വൽ അസ്രി, കാലത്തെ തന്നെയാണ് സത്യം. ഏത് കാലവും അതിലുൾപ്പെടും. അത് മനുഷ്യോൽപ്പത്തി മുതൽക്ക് ഇന്ന് വരെ അന്ത്യനാൾ വരെയുള്ള കാലങ്ങളൊക്കെ, അത് ലോകത്ത് ഏത് രാജ്യങ്ങളായിരുന്നാലും ഏത് സർക്കാരിൻ്റെ ഭരണമായിരുന്നാലും ഏത് ഭരണകാലങ്ങളായിരുന്നാലും അതിനെ മുഴുവനും ഉൾക്കൊള്ളിക്കുന്ന സകല കാലങ്ങളെയും മൊത്തത്തിൽ ആ കാലത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയാണ്. എന്താണ് ഈ കാലത്തെ പിടിച്ച് സത്യം ചെയ്യാൻ കാരണം? ലോകത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെ കാലങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അപ്പോൾ ലോകത്തുണ്ടാകുന്ന സകല സംഭവങ്ങളെയും എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു സത്യമാണത്. ഗൗരവമേറിയ സത്യമാണ്. അങ്ങനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, സകല മനുഷ്യരും നഷ്ടത്തിലാണ്. സകല മനുഷ്യരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, സത്യവിശ്വാസം ഉൾക്കൊള്ളുന്നവർ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർ, വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ, വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ. ഈ 4 ഗുണങ്ങളും ഉൾക്കൊള്ളുന്നവരൊഴികെ ബാക്കിയുള്ള സകല മനുഷ്യരും നഷ്ടത്തിലാണ് എന്നാണ് ഈ ചെറിയ സൂറ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ വിജയത്തിൻ്റെ മാർഗവും പരാജയത്തിൻ്റെ മാർഗവും രണ്ടും വരച്ച് കാണിച്ചിരിക്കുകയാണ്. വിജയം ഉണ്ടാവണമെങ്കിൽ മരണാനന്തര ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലെ വിജയപരാജയങ്ങളിലും വിശ്വസിക്കുന്നവരാണല്ലോ ഇവിടുത്തെ മുസ്ലിം സമൂഹം. അപ്പോൾ വിജയം ഉണ്ടാവണമെങ്കിൽ, മരണാനന്തര ജീവിതത്തിൽ പ്രത്യേകിച്ച് വിജയം ഉണ്ടാവണമെങ്കിൽ ഈ 4 കാര്യങ്ങളും ഉണ്ടായേ തീരൂ. ഒന്ന് സത്യവിശ്വാസം, ഒന്ന് സൽക്കർമ്മം, ഒന്ന് സത്യം ഉൾക്കൊണ്ട് ജീവിക്കുന്നതോടുകൂടെ അത് മറ്റുള്ളവരോട് ഉപദേശിക്കുകയും കൂടി വേണം. അതേ പ്രകാരം തന്നെ സൽസ്വഭാവം, സൽസ്വഭാവങ്ങളുടെ മാതാവാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമ എന്ന് പറയുമ്പോൾ അതിലെല്ലാ സ്വഭാവങ്ങളും സൽസ്വഭാവങ്ങളും അതിൽ ഉൾപ്പെടും. അപ്പം സൽസ്വഭാവിയായി ഒരാൾ ജീവിച്ചാൽ മാത്രം പോരാ, അവൻ ആ സൽസ്വഭാവം മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യണം. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം അവർ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവർ ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടണം, എന്നെങ്കിലേ അവൻ വിജയിയാവുകയുള്ളൂ.
ഇതാണ് നമ്മളുടെ മദ്രസ. നമ്മുടെ മദ്രസ പരിശോധിച്ചാൽ എന്താണ് അവിടെ നടക്കുന്നത്? മനുഷ്യൻ്റെ വിജയത്തിന് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കണ്ടേ? ഒന്ന് സത്യവിശ്വാസം, ഈമാൻ കാര്യങ്ങൾ, അള്ളാഹുവിലുള്ള വിശ്വാസം, മലായിക്കത്തിലുള്ള വിശ്വാസം, മുർസലീങ്ങളിലുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, ഖദാ ഖദറിലുള്ള വിശ്വാസം. ഇത് നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കണ്ടേ? വഅമിലുസ്സാലിഹാത്ത് പഠിപ്പിക്കണ്ടേ? സൽക്കർമ്മം പ്രവർത്തിക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ച് അറിവ് വേണ്ടേ? അപ്പം സൽക്കർമ്മം, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇങ്ങനെ തുടങ്ങിയുള്ള എന്തൊക്കെയാണ് സൽക്കർമ്മങ്ങൾ? സൽക്കർമ്മങ്ങൾ മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് മനസ്സിലാകണ്ടേ? ദുഷ്കർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാകണ്ടേ? അപ്പം എന്തൊക്കെയാണ് ദുഷ്കർമ്മങ്ങൾ, എന്തൊക്കെയാണ് സൽക്കർമ്മങ്ങൾ? അനുവദനീയമായ കാര്യങ്ങൾ എന്താണ്? നിഷിദ്ധമായ കാര്യങ്ങൾ എന്താണ്? അത് പഠിപ്പിക്കണം. വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കണമെങ്കിൽ സത്യം എന്താണ്, നീതി എന്താണ് നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കണ്ടേ? വതവാസൗ ബിസ്സബ്ർ, ക്ഷമ എന്താണ്, സൽസ്വഭാവം, ഇത് പഠിപ്പിക്കണം. അഖ്ലാഖ് പഠിപ്പിക്കണം, അഖായിദ് പഠിപ്പിക്കണം, അമലിയാത്ത് പഠിപ്പിക്കണം, അഖ്ലാഖ് പഠിപ്പിക്കണം. അവരുടെ ആത്മീയതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വതവാസൗ ബിസ്സബ്ർ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അഹങ്കാരിയാകാൻ പാടില്ല. അവൻ തായ്മയുള്ളവനാവണം. പൊങ്ങച്ചമുണ്ടാകാൻ പാടില്ല. അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അവനിക്ക് ആത്മാർത്ഥത ഉണ്ടാവണം, ഇഖ്ലാസ് ഉണ്ടാവണം. ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ് ആത്മീയത. ഇത് പഠിപ്പിക്കണ്ടേ? ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ ഇത് പഠിപ്പിക്കണ്ടേ? ഇതിനനുസരിച്ച് കൊണ്ടാണ് നമ്മളുടെ മദ്രസ, നമ്മുടെ പൂർവികന്മാരായ, നമ്മുടെ മഹത്തുക്കളായ സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് നേതൃത്വം വഹിച്ചിരുന്ന പൂർവികരായ ആളുകൾ അതിനു വേണ്ടുന്ന സിലബസുകളൊക്കെ അവർ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനാവശ്യമായ സമയങ്ങളാണ് ഇതുവരെ നമ്മൾക്ക് ലഭിച്ചു കൊണ്ടിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ദേശീയ അന്തർദേശീയ തലത്തിൽ ലോകരാഷ്ട്രങ്ങളിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ലക്ഷക്കണക്കിലുള്ള വിദ്യാർത്ഥിനികളും നമ്മുടെ മദ്രസകളും ലോകത്തൊട്ടാകെ പരന്ന് കിടക്കുകയാണ്. അത്രയും വലിയ ശൃംഖല, അത്രയും വലിയ ഒരു പ്രസ്ഥാനമാണ് മദ്രസ പ്രസ്ഥാനം. ആ മദ്രസ പ്രസ്ഥാനം വളരെ ശാസ്ത്രീയമായി ഇവിടെ നടന്നു വരികയാണ്. നിരാക്ഷേപം, ആർക്കും ആക്ഷേപത്തിന് വകയില്ലാതെ വളരെ സൗഹൃദപരമായി, സമാധാനപരമായി, സത്യസന്ധമായി വളരെ നല്ല നിലയിലാണ് നമ്മുടെ മദ്രസകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്കും നമ്മുടെ മദ്രസയിലോ നമ്മുടെ പാഠപുസ്തകങ്ങളിലോ നമ്മളുടെ പഠന രീതികളിലോ ഒന്നും തന്നെ ഒരു തീവ്രവാദത്തിൻ്റെയോ ഭീകരവാദത്തിൻ്റെയോ മറ്റെന്തെങ്കിലും ഗൂഢാലോചനകളുടെയോ ഒന്നും തന്നെ ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിൽ എല്ലാവർക്കും വളരെ പരസ്യമായി, ഒരൊളിവുമില്ലാതെ മറയുമില്ലാതെ സസന്തോഷം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മദ്രസ പ്രസ്ഥാനം. അതിനാവശ്യമായ ടൈം ആ ടൈമിലാണ്, ആ സമയത്തിലാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടി പട്ടാമ്പിക്കടുത്ത് ഒരു പരിപാടി നടക്കുകയുണ്ടായി. പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ പത്രക്കാരെന്നോട് ചോദിച്ചു, സ്കൂൾ സമയമാറ്റത്തിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാനവരോട് പറഞ്ഞു, ഈ വിഷയത്തിൽ അന്തിമ വിജയം കൈവരിക്കുന്നത് വരെ
എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെങ്കിൽ അതിൻ്റെ അറ്റം വരെ ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അത് നമ്മൾ ചെയ്യും. ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് ഈ കാര്യത്തിൽ നമ്മൾ ശക്തമായ പ്രതിഷേധവുമായി ഇന്ന് നമ്മളിവിടെ ഈ കാര്യത്തിൽ ആരോടും കൂടി ആലോചിക്കാതിരിക്കട്ടെ. ആലോചിച്ച് ചെയ്യേണ്ട കാര്യം, ആലോചിക്കാതിരുന്നത് മറ്റൊരു കാര്യം. ഇനി ആലോചിച്ചാലും ഇല്ലെങ്കിലും ഈ സമയമാറ്റം എന്ന് പറയുന്നത് ഒരു വലിയ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ ബാധിക്കുന്നതായതുകൊണ്ട് ഇതിൻ്റെ ഒരാവശ്യമില്ല. സർക്കാരിന് ഇതിൻ്റെ ആവശ്യമില്ല. ഈ മദ്രസ സമയത്തിൽ ഇടപെടാതെ തന്നെ സ്കൂൾ സമയം അത് ക്രമീകരിക്കാവുന്നതും എല്ലാ വിഷയങ്ങളും അത് നേർക്ക് നടത്താനും യാതൊരു പ്രയാസവുമില്ല. അതിൽ യാതൊരു സംശയമില്ല. കൂടി ആലോചിക്കേണ്ടതേ ഉള്ളൂ. അപ്പം ആയതുകൊണ്ട് നമ്മുടെ മദ്രസ സമയം വളരെ കറക്റ്റാണ്. അത് വളരെ അതിലൊന്നും കുറയ്ക്കാൻ നമ്മൾക്ക് സാധ്യമല്ലാത്ത രീതിയിലാണ് നമുക്ക് നിർബന്ധമായ വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഫിക്സഡ് കറക്റ്റ് ടൈമാണത്. അതിൽ നിന്ന് ഒന്നും കുറയ്ക്കാൻ നമ്മൾക്ക് കഴിയൂല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാരിനോട് പറയാനുള്ളത്, ഈ കാര്യത്തിൽ നിങ്ങൾ ശരിക്ക് പുനരാലോചിച്ച് ഈ കാര്യത്തിൽ ഒരു ഉത്തമമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരണമെന്നാണ് പറയാനുള്ളത്. ഇക്കാര്യത്തിൽ കൂടി ആലോചിക്കാതെ ഇങ്ങനെയുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ ഈ യോഗം ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ ഇതൊരു തുടക്കമാണ്. ഇവിടെ ഈ കൂടിയതൊരു തുടക്കമാണ്. ഈ പ്രതിഷേധം ഇൻഷാ അല്ലാഹ് അത് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അതുമായി മുന്നോട്ട് പോവുക. മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ യോഗത്തിൽ വെച്ച് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അതിനുള്ള ഏതാനും ഡേറ്റുകൾ ഇപ്പോൾ തന്നെ കണ്ട് വെച്ചിട്ടുണ്ട്. അതിവിടെ വായിക്കുകയാണ്. 2025 ആഗസ്റ്റ് 5 കലക്ട്രേറ്റ് ധർണ. 2025 സെപ്റ്റംബർ 30 സെക്രട്ടേറിയറ്റ് മാർച്ച്. 2025 ജൂലൈ 20 മുമ്പ് ജില്ലാ കൺവെൻഷൻ ചേരും. 2025 ജൂലൈ 25 മുമ്പ് റേഞ്ച് തലങ്ങളിൽ കൺവെൻഷൻ ചേരും. 2025 സെപ്റ്റംബർ 30 മുമ്പ് മദ്രസ തലങ്ങളിൽ കൺവെൻഷനുകൾ ചേരും. ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രതിഷേധം, ശക്തമായ നമ്മളുടെ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുകയാണ്. സർക്കാർ പുനരാലോചിച്ച് ഇതിനൊക്കെ ശരിയായ പരിഹാരം ഉണ്ടാക്കിത്തരുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെ സംബന്ധിച്ചിടത്തോളം അത് സമാധാനത്തിൻ്റെ വഴിയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് ഈ ഞാൻ ഓതി കേൾപ്പിച്ച ആ വിശുദ്ധ ഖുർആൻ അധ്യായമാണ്. സത്യവിശ്വാസം ഇവിടെ നിലനിർത്തണം, സൽക്കർമ്മം ഇവിടെ നടപ്പിൽ വരുത്തണം, സത്യം നീതിയും ഇവിടെ നടപ്പിൽ വരുത്തണം,
ഉൾപ്പെടുന്ന സൽസ്വഭാവം ഇവിടെ നിലനിർത്തണം. അതിനുവേണ്ടി ഉള്ള ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ 100 കൊല്ലം 100ാം വാർഷികം നടക്കാൻ പോവുകയാണ്. 100 കൊല്ലത്തെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു 60, 70, 80, 90, 100 ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവൻ്റെ ജീവിതചര്യയിൽ നിന്ന് അവനെ സംബന്ധിച്ച് പഠിക്കാവുന്നത് പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആ പ്രസ്ഥാനത്തിൻ്റെ 100 കൊല്ലത്തെ ചരിത്രം എല്ലാവർക്കും പഠിക്കാൻ സാധിക്കുന്ന തുറന്ന പുസ്തകമാണ് സമസ്തയുടെ ചരിത്രം. ഇന്ന് വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ശാന്തിയും സമാധാനവും സത്യവും മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമല്ലാതെ നടന്നതായിട്ട് ആർക്കും രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ ഇക്കാര്യം മുഴുവനും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം ശരീഅത്തിന് വിരുദ്ധമല്ലാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും അതിൻ്റേത്. അതാത് കാലത്തെ സർക്കാരിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത പ്രവർത്തനങ്ങളായിരിക്കും സമസ്തയുടേത്. അതുപോലെയുള്ള സമസ്തയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സമാധാനപരമായ മാർഗത്തിലൂടെ എന്ന ഒരു വാചകം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ എഴുതി വെച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇന്നും അത് നിലനിൽക്കുന്നു. ആ നിലക്ക് തന്നെയാണ് സമസ്തയുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ബഹുജനങ്ങൾക്ക്, അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ആലപ്പുഴ മഹാസമ്മേളനത്തിൽ 25 ലക്ഷം ആളുകൾ പങ്കെടുത്ത ആലപ്പുഴയിലെ മഹാസമ്മേളനം കഴിഞ്ഞിട്ട് ആ സമ്മേളനം നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അവിടെയുള്ള അമുസ്ലിം സുഹൃത്തുക്കൾ നമ്മോട് പറയുകയുണ്ടായി, ഇത്രമാത്രം നന്മ നിറഞ്ഞ സമാധാനപരമായ സൗഹാർദ്ദപരമായ നിലപാടുള്ള ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് പറയാണ്. ആരാണ് പറയുന്നത്? മുസ്ലിങ്ങളല്ല, അമുസ്ലിം സുഹൃത്തുക്കൾ. അവരുടെയൊക്കെ വലിയ സപ്പോർട്ടുകളാണ് നമ്മൾക്ക് അവിടെ ഉണ്ടായത് ആ സമ്മേളനത്തിൽ. അൽഹംദുലില്ലാഹ്, ഇതാണ് സമസ്ത. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ മഹത്തായ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കാസർഗോഡ് അതിൻ്റെ 100ാം വാർഷികം കൊണ്ടാടാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വമ്പിച്ച വിജയമാക്കി തീർക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. ആമീൻ. നിങ്ങളൊക്കെ ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ, നിങ്ങളതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ട ആളുകളാണ്. നിങ്ങളൊക്കെ അതിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ലോക ചരിത്രത്തിൽ തന്നെ ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു മഹാസമ്മേളനമായി നമ്മൾക്കത് ഒരു മാതൃകാപരമായി ആ സമ്മേളനം വിജയിപ്പിക്കാനും അത് നടത്താനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിങ്ങളെല്ലാവരും അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.